എല്ലാവരും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന അമ്പലപ്പുഴയിൽ ആദ്യമായി തന്റെ പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ജി സുധാകരൻ. ഈ ദിനത്തിൽ കാക്കാഴം ജുമാ മസ്ജിദിൽ എത്തിയാണ് അദ്ദേഹം വോട്ടർമാരെ കണ്ടത്. UDF പിന്തുണ സ്വീകരിക്കുന്നതായി അറിയിച്ച ജി സുധാകരൻ മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങളോട് പ്രതികരിച്ചില്ല. അമ്പലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എന്താ ഒരു അമ്പലപ്പുഴയുടെ ഒരു അഭിപ്രായം? അമ്പലപ്പുഴയുടെ അനുഗ്രഹ മിസ്റ്റർ സുധാകരൻ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ചെയ്യുകയും ചെയ്യും. ഞങ്ങളുടെ ചങ്കാണ്. വാക്ക് പാലിക്കും തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രത്യക്ഷ പ്രചരണത്തിലേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ അദ്ദേഹം. പോസ്റ്റർ ഒട്ടിക്കുന്നില്ല, ഒപ്പം തന്നെ ആവശ്യമില്ലല്ലോ. അതിന്റെ ആവശ്യമില്ല. ജനങ്ങളുടെ മനസ്സിലാണ്. പക്ഷെ വലിയ രീതിയിൽ ഇപ്പൊ CPM വിട്ടു നിൽക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? 100% വിജയമാണ്. അമ്പലപ്പുഴക്കാരെല്ലാവരും ചിന്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ 100% ഒരു വിജയമെന്ന് നിങ്ങൾക്ക്? പുള്ളി അതിന് മാത്രം ഇവിടെ അമ്പലപ്പുഴയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത. ഒരു കടുത്ത മത്സരം വരുമോ ഇത്തവണ? അത് തീർച്ചയായിട്ടും വരും. ഇവിടെ ആ രീതിയിലുള്ള ഒരു ഗുണകരമായ ഒരു മാറ്റം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. ഉണ്ടാവുന്നു, തീർച്ചയായിട്ടും ഉണ്ടാവും. പുറത്ത് എങ്ങനെയാണ് ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തെ നോക്കുക? 100% ജയിച്ചിരിക്കുക. അതിനകത്ത് യാതൊരു അംശമില്ല. ജയിക്കും. പിന്നെ 101% വിജയം വിജയിക്കും. അതിന് യാതൊരു അംശമില്ല. സാറേ, പോസ്റ്റർ ഇല്ല, ചുവരെഴുത്തുകളില്ല. ഇവര് പറയുന്നത് 100% വിജയിക്കുമെന്ന്. അല്ല, ഒരു പോസ്റ്റർ വരും. ചുവരെഴുത്ത് വേണ്ടെന്ന് പറഞ്ഞു. ഒരു പോസ്റ്റർ വരും. അഭ്യർത്ഥന ഇപ്പം ഇവിടെ എല്ലാം വിതരണം ചെയ്തിട്ടുണ്ട്. താഴെ കിടന്നൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ട് പോയി. അവര് പറയുന്നത് അതൊന്നും വേണ്ടെന്നാണ് സാർ. അഭ്യർത്ഥനയൊക്കെ വേണം. നമ്മൾ ആളുകളോട് ചെറുത് പറയണ്ടേ. വളരെ ഹമ്പിളായിട്ടുണ്ട്. ആളുകളെയൊക്കെ കാണാനൊക്കെ ഇറങ്ങി തുടങ്ങി. തെരഞ്ഞെടുപ്പ് കൃത്യമായ ട്രാക്കിലേക്ക് എത്തി. വീടുകളൊന്നും കയറുന്നില്ല. വീട് കയറ്റമില്ല. അത് വേണ്ട. നമ്മൾ ചില വ്യക്തികളെ കാണും. എല്ലാ വീട്ടിലും പ്രസ്താവന കൊടുക്കുന്നു. അനൗൺസ്മെന്റ് വരും. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി പ്രചരണം ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതാണ് നമ്മുടെ ഞാനൊരു നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ചെറിയ യോഗങ്ങളിൽ എനിക്ക് കിട്ടിയ വാഹനത്തിൽ യോഗങ്ങൾ നടന്നു. 100-300 യോഗം നടത്താൻ വിചാരിക്കും. 15 മിനിറ്റ് ഒരാഴ്ച. UDF പ്രവർത്തകർ എത്തി കണ്ടിരുന്നു അല്ലേ? ഇന്നലെ രാത്രിയുള്ളവർ 10-15 പേരോ. ഒരു ബ്ലോക്കിലെ ആൾക്കാരാണ്. പിന്തുണ നൽകുന്നവരുടെ എല്ലാവരുടെയും പിന്തുണ സ്വീകരിക്കും. എന്താണ് പിന്തുണ നൽകുന്ന എല്ലാ വോട്ടർമാരുടെയും പിന്തുണ നിശ്ചയിക്കും. കോൺഗ്രസ് അവര് പിന്തുണ ഇവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റിയിലെ 16 മെമ്പറും കമ്മിറ്റിക്കാർ വന്ന് അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ട് പോയി. ഔദ്യോഗികമായിട്ട് അവര് പിന്നീടാണ് പ്രഖ്യാപിക്കാന്ന് അവരും പറഞ്ഞു. അതൊക്കെ അവരുടെ തീരുമാനമാണ്. ഇന്നലെ മുഖ്യമന്ത്രി നൽകിയ ഒരു അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അതായത് സാറിനെ 3 തവണ ബന്ധപ്പെട്ടിരുന്നു ഫോണില്. ഞാൻ കണ്ടില്ല, പറഞ്ഞു കേട്ടതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നോക്കട്ടെ. ഒരു മനുഷ്യൻ ചെയ്യാൻ കഴിയാത്ത കാര്യം എന്നൊക്കെയാണ് പറഞ്ഞത്. നോക്കട്ടെ. അതാണ്. എങ്ങനെയുണ്ട് ഇവിടെ അമ്പലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം? എങ്ങനെയുണ്ട്? UDF സാറിന്റെ ആളാണല്ലോ. UDF സാറിന് വേണ്ടി നിൽക്കുകയാണ്. അങ്ങനല്ലേ? തീർച്ചയായിട്ടും ഒരു ജനകീയ മത്സരത്തിലേക്ക് ഇറങ്ങുന്നു എന്നാണ് പറയുന്നത്. UDF പിന്താങ്ങിയാൽ സാർ ജയിക്കും, ഉറപ്പാണ്.